ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ ഒരു വലിയ അപ്പാച്ചെ ഹെലികോപ്റ്റർ, ഒരു പറക്കുന്ന കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ കൂറ്റൻ ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എന്താണ് വരുന്നത്? ഇത് വെറും ഒരു അപകടമാണോ? അതോ ഇതിനു പിന്നിൽ നമ്മളാരും അറിയാത്ത വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ? ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ ഒന്നുമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. എല്ലാം തലകീഴായിട്ട് മറഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ചില നീക്കങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം അവരുടെ കരുത്ത് കാണിക്കാൻ ഇറാനിലേക്ക് കടന്നു കയറിയതും അതിന് ഇറാൻ കൊടുത്ത അപ്രതീക്ഷിതവും അതിശക്തവുമായിട്ടുള്ള മറുപടിയും പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ആ ഹെലികോപ്റ്റർ തകർച്ചയും, ഇതിനെല്ലാം പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് വളരെ ലളിതമായിട്ടൊന്ന് പരിശോധിക്കാം. കാരണം വാർത്താ ചാനലുകളിൽ കാണുന്നതിനേക്കാൾ വലിയൊരു ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ഫോക്സ് ന്യൂസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട 20ഓളം സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം തുടർച്ചയായിട്ട് ആക്രമണം നടത്തിയെന്നാണ്. ഇത് വെറും ഒരു പേടിപ്പിക്കലായിരുന്നില്ല. 3 ഘട്ടങ്ങളിലായിട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തന്ത്രപ്രധാനമായിട്ടുള്ള റഡാറുകളെയും തകർക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ബന്ദർ അബ്ബാസ്, ഹെഷം, സിരിക് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു തുടർച്ചയായിട്ടുള്ള ബോംബിംഗ് നടന്നത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ് എന്ന് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കാനും ഗൾഫ് മേഖലയിൽ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുമുള്ള അമേരിക്കയുടെ ഒരു ശ്രമമായിരുന്നു ഇത്. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ കയറി അവരുടെ റഡാറുകൾ നശിപ്പിക്കാൻ പറ്റും എന്നൊരു സന്ദേശം നൽകാൻ അമേരിക്ക ആഗ്രഹിച്ചു. എന്നാൽ അമേരിക്കൻ സൈന്യം അവിടെ ഒരു വലിയ അബദ്ധം ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം തങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ വെറുതെ നോക്കി നിൽക്കും എന്ന അവരുടെ ധാരണ പൂർണ്ണമായിട്ടും തെറ്റി എന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ ഇറാൻ തിരിച്ചടിച്ചു എന്നാണ് അമേരിക്കൻ വാർത്താ വെബ്സൈറ്റ് ആയിട്ടുള്ള ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. വെറുതെ ഒരു തിരിച്ചടിയല്ല, ചുരുങ്ങിയത് 4 വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം ഒരുപാട് ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പിന്നീട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 21 അമേരിക്കൻ ഇസ്രായേൽ ലക്ഷ്യങ്ങളിലാണ് അവർ ആക്രമണം നടത്തിയത്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോർദാനിലെ അൽ അസറഖ് സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണമാണ്. ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ താവളത്തിന് നേരെ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ ഏറ്റവും വിലപിടിപ്പുള്ള F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകൾ ഈ ആക്രമണത്തിൽ തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കുവൈറ്റിലെ അലി അൽ സലേം സൈനിക താവളത്തിലും ഇറാൻ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ആക്രമണം നടത്തി. അമേരിക്ക വിചാരിച്ചത് ഇറാന്റെ 3 സ്ഥലത്ത് ബോംബിട്ടാൽ അവരങ്ങ് ഒതുങ്ങി നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ തങ്ങളുടെ രാജ്യത്ത് ഒരു പോറലേറ്റാൽ ഈ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ഞങ്ങൾ ചാരമാക്കും എന്നൊരു ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകിയിട്ടുള്ളത്. ഇതോടെ അമേരിക്കൻ സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി എന്നുള്ളതാണ്. ഇനി ഈ പ്രശ്നങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും ദുരൂഹമായിട്ടുള്ള ആ സംഭവത്തിലേക്ക് വരാം. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് തങ്ങളുടെ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നാണ് അവർ പറഞ്ഞത്. സൈനിക വൃത്തങ്ങൾ ആദ്യം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ ഒരു ഡ്രോൺ വന്ന് ഇടിച്ചാണ് ഈ ഹെലികോപ്റ്റർ തകർന്നത് എന്നാണ് പറഞ്ഞത്. ഇറാന്റെ ഷാഹിദ് 136 എന്ന് പറയുന്ന ഡ്രോണാണ് ഇതിന് പിന്നിൽ എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. പക്ഷേ ആയുധങ്ങളെക്കുറിച്ചും സൈനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന വിദഗ്ധരെ ഈ വാദം കേട്ട് ശരിക്കും അന്തം വിട്ടു പോയി എന്നുള്ളതാണ്. കാരണം സാമാന്യ ബുദ്ധിയോ ശാസ്ത്രമോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ആകാശത്തെ ഒരു കോട്ടയാണ്. ഏറ്റവും പുതിയ റഡാറുകളും ലേസർ സെൻസറുകളും മിസൈലുകളെ വഴിതെറ്റിക്കാനുമുള്ള സംവിധാനങ്ങളുമൊക്കെയുള്ള ഒരു അത്ഭുത യന്ത്രം. ഇതിനെ ഒരു സാധാരണ ഡ്രോൺ വന്ന് ഇടിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് എന്നുള്ളതാണ്. കാരണം ഷാഹിദ് 136 ഡ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് മുൻകൂട്ടി സെറ്റ് ചെയ്തു വെച്ച കോർഡിനേറ്റുകളിലേക്ക് മാത്രം പുറന്നു പോകുന്ന
ഒരു അന്ധനായിട്ടുള്ള ഡ്രോണാണ്. അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാനോ വഴിയിൽ ഒരു ഹെലികോപ്റ്റർ വന്നാൽ അതിനെ പിന്തുടർന്ന് ആക്രമിക്കാനോ ഉള്ള ലേസർ റഡാർ സംവിധാനങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. നിലത്തുള്ള അനങ്ങാത്ത ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് അത്. അങ്ങനെയുള്ള ഒരു ഡ്രോണ് മണിക്കൂറിൽ ഒരുപാട് കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന, എപ്പോഴും ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിനെ വായിൽ വെച്ച് പിന്തുടർന്ന് ആക്രമിക്കുക എന്നത് ഗണിതശാസ്ത്രപരമായിട്ട് തന്നെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ ആ ഹെലികോപ്റ്റർ ഒരു സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുകയും ആ സമയത്ത് യാദൃച്ഛികമായിട്ട് ഈ ഡ്രോൺ വന്ന് ഇടിക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ ഇറാൻ നമ്മളാരും കാണാത്ത പുതിയ ലേസർ സെൻസറുകളുള്ള ഒരു കിടിലൻ ഡ്രോൺ രഹസ്യമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ടാകണം. ഇതായിരുന്നു എല്ലാവരും ആദ്യം ചിന്തിച്ചത്. എന്നാൽ ഇതിലൊരു ആശയം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിലെ ചില അനൗദ്യോഗിക ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അമേരിക്ക പറയുന്നത് പോലെ ഈ ഹെലികോപ്റ്റർ തകർന്നത് ഒരു ഡ്രോൺ വന്ന് ഇടിച്ചിട്ടല്ല, മറിച്ച് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഇഗ്ല എന്ന് പറയുന്ന ഒരാൾക്ക് തൻ്റെ തോളിൽ വെച്ച് തൊടുക്കാൻ കഴിയുന്ന വളരെ ചെറിയൊരു മിസൈൽ ഉപയോഗിച്ചാണ് ഈ വമ്പൻ ഹെലികോപ്റ്ററിനെ ഇറാൻ സൈന്യം താഴിട്ടത് എന്നാണ് പറയുന്നത്. ഡ്രോൺ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു മുഖം രക്ഷിക്കൽ തന്ത്രം മാത്രമായിരിക്കാം. കാരണം തോളിൽ വെച്ച് വിടുന്ന ഒരു ചെറിയ മിസൈൽ വന്ന് തങ്ങളുടെ ഏറ്റവും വലിയ ഹെലികോപ്റ്ററിനെ തകർത്തു എന്ന് സമ്മതിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് വലിയ നാണക്കേടാണ്. ഈ ഇഗ്ല മിസൈലുകൾക്ക് വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ചൂട് തിരിച്ചറിഞ്ഞ് പിന്തുടർന്ന് ആക്രമിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് ഇറാൻ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ഈ പുതിയ വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പാച്ചെ പോലെ ഇത്രയും സാങ്കേതിക തികവുള്ള ഒരു വാഹനം ഒരു മനുഷ്യൻ തോളിന്മേൽ വെച്ചിട്ട് വിടുന്ന മിസൈൽ കൊണ്ട് തകർന്നു എന്ന് പറയുന്നത് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കും വലിയൊരു പാഠമാണ്. ഈ സംഭവം അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നടുക്കം ചെറുതല്ല എന്നുള്ളതാണ്. ഈ സംഭവ വികാസങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ സമയം ന്യൂയോർക്കിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ കനത്ത സുരക്ഷയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ എത്തിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം വളരെ രോക്ഷത്തോടെയാണ് സംസാരിച്ചത്. നമ്മൾ ശക്തമായിട്ട് തിരിച്ചടിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുവരെ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന അമേരിക്കൻ നേതാക്കളുടെ സംസാര രീതി പെട്ടെന്നാണ് മാറിയത്. അമേരിക്കൻ ഭരണകൂടത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എത്രമാത്രം ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരണം അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്ന വാർത്തയും താവളങ്ങൾ ആക്രമിക്കപ്പെട്ട വിവരം ട്രംപിന്റെ പ്രസംഗത്തിൽ വളരെ വൈകിട്ടാണ് പ്രതിഫലിച്ചത്. ഒരു വശത്ത് ഇറാന്റെ കൂടെ ഒരു കരാറിലെത്താൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് പറയുന്നു, മറുവശത്ത് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കയുടെ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവിടെ യുദ്ധക്കളത്തിൽ അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ സമ്മർദ്ദം കാരണമാണ്. രാഷ്ട്രീയമായിട്ട് സമാധാനം നിലനിർത്തുക, അതേസമയം സൈനികമായിട്ട് തങ്ങളുടെ പവർ കാണിക്കുക എന്ന ഇരട്ട താപ്പാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്നത്. ഇറാന്റെ മുന്നിലെ തങ്ങളുടെ വില പോകാതിരിക്കാൻ അമേരിക്കയ്ക്ക് ചില ആക്രമണങ്ങൾ നടത്തേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ അവർക്ക് തീരെ താല്പര്യവുമില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് ഇറാൻ കൊടുത്ത മറുപടിയും വളരെ കൃത്യമായിരുന്നു എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ തകർന്ന വാർത്ത അമേരിക്ക പുറത്തുവിടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖലിബാഫ് ഇംഗ്ലീഷിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അത് അമേരിക്കയ്ക്കുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഞങ്ങൾ എപ്പോഴും നയതന്ത്രത്തിൻ്റെ ഭാഷയാണ് ഇഷ്ടപ്പെടുന്നത്, എന്നാൽ ഞങ്ങൾക്ക് മറ്റ് ഭാഷകളും വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. നിങ്ങൾ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പഴയ രീതിയിലേക്ക് മാറും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ രാജ്യത്തിന് ചുറ്റും നിൽക്കുന്ന വിദേശ സൈനികർ എപ്പോഴും വലിയ അപകടത്തിലാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. അവരുടെ ഒരു ചെറിയ തെറ്റോ അല്ലെങ്കിൽ പരസ്പരം വെടിവെക്കുമ്പോൾ ഇടയിൽ പെട്ടുപോകുന്നതോ അവരുടെ ജീവൻ എടുക്കാം. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ ഈ മേഖലയിൽ നിന്ന് എത്രയും വേഗം പുറത്തു പോകുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഗൾഫിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടെ വന്ന വിദേശ അധിനിവേശ സേനകൾക്കൊക്കെ വലിയ ദുരന്തങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാൻ പൂർണ്ണമായിട്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു വശമായിട്ടുള്ള ഇസ്രായേലിലേക്ക് വരാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഇസ്രായേൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈലുകൾ ഒന്നും തന്നെ തങ്ങളുടെ നാട്ടിൽ വീണിട്ടില്ല എന്നും എല്ലാം മണലിലാണ് വീണതെന്നും പറഞ്ഞ് ആദ്യം ഇസ്രായേൽ സൈന്യം വലിയ ആളായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേലിലെ പ്രധാന പത്രങ്ങളായിട്ടുള്ള യദിയോത്ത് അഹ്റോനോത്തും ജെറുസലേം പോസ്റ്റും ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിച്ചടക്കി. ആക്രമണം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിലെടുത്ത ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവർ പുറത്തുവിട്ടു.
ഇസ്രായേലിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള റാമത്ത് ഡേവിഡ് വ്യോമതാവളത്തിലെ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറുകൾ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു അത്. ലബനാനിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ബോംബിടാൻ ഇസ്രായേൽ ഉപയോഗിച്ചിരുന്ന പ്രധാന താവളമായിരുന്നു ഇത്. അവിടെയാണ് ഇറാനെ വളരെ കൃത്യമായിട്ട് മിസൈലുകൾ പെയ്തിറക്കിയത്. തങ്ങൾ ഇസ്രായേലിന്റെ താവളങ്ങൾ തകർത്തു എന്ന ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം 100% സത്യമായിരുന്നു എന്ന് ഇസ്രായേലിലെ സ്വന്തം പത്രങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഇസ്രായേലിലെ സൈനിക സെൻസർഷിപ്പ് എത്രത്തോളം കർശനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൈന്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയും അവർ പുറത്തുവിടാൻ സമ്മതിക്കില്ല. എന്നിട്ടും ഇങ്ങനെയൊരു വാർത്ത അവരുടെ പ്രധാന പത്രങ്ങളിൽ വന്നുവെങ്കിൽ അതിനർത്ഥം ഇസ്രായേലിലെ ഭരണതലത്തിലും സൈനിക തലത്തിലും വലിയ ഭിന്നതകൾ രൂക്ഷമായിരിക്കുകയാണ് എന്നാണ്. ഈ യുദ്ധം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്ന് അവരുടെ നേതാക്കൾ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പണ്ട് കാലത്ത് വിദേശ മാധ്യമങ്ങളായിരുന്നു ഇസ്രായേലിലെ കള്ളങ്ങൾ പൊളിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരുടെ സ്വന്തം ആളുകൾ തന്നെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കിയ ഇസ്രായേൽ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള F-16 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ സർപ്രൈസ് ഗ്രീസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് രഹസ്യമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്ത് വിമാനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇറാൻ അത് തകർക്കും എന്ന പേടിയാണ് അവർക്കുള്ളത്. സൈനിക സെൻസർഷിപ്പ് കാരണം പുറത്തു വന്നത് നഷ്ടങ്ങളുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. യഥാർത്ഥ നഷ്ടങ്ങൾ ഇതിലും എത്രയോ വലുതായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഒരു വലിയ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ സഹായമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇറാനോട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വന്നേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. കാരണം അമേരിക്കൻ സഹായമില്ലെങ്കിൽ ഇസ്രായേലിലെ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വലിയ ക്ഷാമം നേരിടേണ്ടി വരും. ഒപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവർ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് നെതന്യാഹുവിന് തന്നെ പേടിയുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ സൈനിക മേധാവിയായിട്ടുള്ള ഹെർസി ഹലേവിയും സമാനമായിട്ടുള്ള ആശങ്ക പങ്കുവച്ചു. ഇപ്പോൾ ഉണ്ടാകുന്ന ഏത് കരാറും ഇസ്രായേലിന് വലിയ ദോഷം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം. മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ ലോകശക്തികളുടെ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇനി അവിടെ എന്ത് നടക്കുമെന്ന് തീരുമാനിക്കുന്നത് വലിയ മീറ്റിങ്ങുകളിൽ ഇരിക്കുന്ന നേതാക്കളല്ല, മറിച്ച് യുദ്ധക്കളത്തിൽ പോരാടുന്നവരാണ്. മേഖല മുഴുവൻ ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. എപ്പോൾ വേണമെങ്കിലും എല്ലാ അതിരുകളും ലംഘിക്കപ്പെട്ടേക്കാം. ആര് ആദ്യം വെടിതീർക്കും എന്ന് തീരുമാനിക്കാൻ അവർ 1000 വട്ടം ചിന്തിക്കേണ്ടി വരും. കാരണം തിരിച്ചടി വരുന്നത് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കായിരിക്കും. ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോകത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.